ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് ജനുവരി 21, വിശുദ്ധ ആഗ്നസിന്റെ തിരുനാൾ. റോമിൽ ജനിച്ച ഈ സുന്ദരിയെ വിവാഹം ചെയ്ത് സ്വന്തമാക്കാൻ പല യുവാക്കളും ആഗ്രഹവുമായി ആഗ്നസിനെ സമീപിച്ചു. അപ്പോഴെല്ലാം ആഗ്നസ് പറയുമായിരുന്നു, ഒരു സ്വർഗീയ മണവാളന് തൻ്റെ കന്യാത്വം നേർന്നിരിക്കുന്നു എന്ന്. മധുര വചസ്സുകളോ ഭീഷണിയോ അവളുടെ നിശ്ചയദാർഢ്യത്തിന് ഭംഗം വരുത്തിയില്ല. കാമുകന്മാർ റോമിലെ ന്യായാധിപന്മാരോട് അവൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞതും ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ അവളോട് ആജ്ഞാപിച്ചു. എത്ര നിർബന്ധിച്ചിട്ടും വഴങ്ങാതിരുന്ന ആഗ്നസിനെ പീഡന ഉപകരണങ്ങൾ കാണിച്ചു ഭീഷണിപ്പെടുത്തി. ജൂപ്പിറ്റർ ദേവന്റെ പീഠത്തിനരികിൽ അവളെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു. ധൂപം കൈകൊണ്ട് എടുപ്പിക്കാൻ ആരാച്ചാർ നിർബന്ധിച്ചു. എന്നിട്ടും വിഗ്രഹത്തെ ആരാധിക്കാതെ വന്നപ്പോൾ കോപം പൂണ്ട് ചക്രവർത്തി ആഗ്നസിനെ ഒരു വേശ്യാഗ്രഹത്തിൽ നിയോഗിച്ചു. ഏതവസ്ഥയിലും യേശു തൻ്റെ സ്വന്തമായവരെ സംരക്ഷിച്ചുകൊള്ളും എന്നതായിരുന്നു അവളുടെ മറുപടി. ഇത് കേട്ടതും ആഗ്നസിന്റെ വസ്ത്രങ്ങൾ നീക്കി അവളെ നഗ്നയാക്കി. ഒരു യുവാവൊഴികെ മറ്റെല്ലാവരും പലായനം ചെയ്യപ്പെട്ടു. ആഗ്നസിനെ നോക്കിയ ആ യുവാവ് മിന്നലിന്റെ പ്രകാശത്തിൽ അന്ധനും അർത്ഥപ്രാണനുമായി. എത്ര പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടും ആഗ്നസ്, യേശുവാണ് എൻ്റെ മണവാളൻ, അവിടുന്ന് ആദ്യം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ഞാൻ എന്നും അവിടത്തേത് മാത്രമായിരിക്കും. ഇത് കേട്ടതും ആരാച്ചാർ ആഗ്നസിന്റെ ശിരസ് ഛേദിച്ചു. അങ്ങനെ ആ കുഞ്ഞാടിന്റെ ശിരസ് നിലത്ത് വീണു പിടഞ്ഞു. കന്യാത്വത്തിന്റെ മഹത്വത്തെ രക്തസാക്ഷിത്വത്തിന്റെ മകുടം കൊണ്ട് ചാർത്തിയ വിശുദ്ധ ആഗ്നസെ, ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.